സമ്മാനമേ, തിരുവത്താഴ മേശയിലെ സമ്മാനമേ, ഓ ദിവ്യമാ സ്നേഹമേ, ഓ ദിവ്യകാരുണ്യമേ. കൈകൾ വീശുവന്ന് ചേർന്ന് ആരാധന പാടാം മാലാഖമാരും ജീവന്റെ തിരുഭോജ്യമേ. ആരാധന പാടാം മാലാഖമാരും ജീവന്റെ തിരുഭോജ്യമേ. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. മഹത്വം മഹത്വം. ആരാധന ആരാധന ശ്രീ ആരാധന. ഹല്ലേലൂയ. രോഗികളായിട്ടുള്ള എല്ലാ മക്കളെയും ഈ അൾത്താരയിൽ സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. ജപ്തി നടപടികളിലൂടെ കടന്നു പോകുന്ന സഹോദരങ്ങളെ, മക്കളില്ലാതെ വിഷമിക്കുന്ന സഹോദരങ്ങളെ, ജോലിയില്ലാതെ വിഷമിക്കുന്ന സഹോദരങ്ങളെ, വിവിധ ജീവിത ദുരന്തങ്ങളിലൂടെ കടന്നു പോകുന്ന സഹോദരങ്ങളെ, എല്ലാവരെയും അൾത്താരയിൽ സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. എല്ലാവരെയും പ്രത്യക്ഷീകരണത്തിന്റെ സാക്ഷികളാക്കി ഉയർത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. എത്രയും വേഗം സാക്ഷ്യം പറയാനുള്ള കൃപ അവർക്ക് നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ. മഹത്വം മഹത്വം. ആരാധന ആരാധന. ഹല്ലേലൂയ. യേശുവേ നന്ദി. യേശുവേ ആരാധന. ഹല്ലേലൂയ. മഹത്വം മഹത്വം. ആരാധന ആരാധന. ഹല്ലേലൂയ. സന്തോഷത്തോടെ ഇരിക്കുക. എൻ്റെ പ്രിയപ്പെട്ടവരെ, സാക്ഷ്യ വിചാരണയുമായി ഉടമ്പടി ധ്യാനം ആരംഭിക്കുകയാണ്. നമ്മളെപ്പോഴും എന്തുകൊണ്ടാണ് സാക്ഷ്യങ്ങളെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് സുവിശേഷ ശുശ്രൂഷ ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അത് ഒരിക്കലും വിശ്വാസമില്ലാത്തവരെ വിശ്വാസത്തിലേക്ക് നയിക്കുന്നതിന് വേണ്ടിയുള്ള അപ്പോസ്തലിക പാരമ്പര്യമാണ്. നമ്മുടെ എല്ലാ ഉടമ്പടി ധ്യാനങ്ങളും നമ്മൾ എന്താ ചെയ്യണത്? ഒരു 3 സാക്ഷ്യങ്ങളെങ്കിലും എടുത്ത് വചനാധിഷ്ഠിതമായിട്ടുള്ള വിചാരണ ചെയ്യും. അത് അച്ഛൻ കണ്ടുപിടിച്ച രീതിയൊന്നുമല്ല. സുവിശേഷത്തിൽ നമുക്കറിയാം, നമ്മളുടെ കൃപാസനം ആധ്യാത്മിക ശുശ്രൂഷകളെ എല്ലാം അടിസ്ഥാനപ്പെടുത്തിയിരിക്കുന്നത് 2 സ്രോതസ്സിൽ നിന്നാണ്. ഒരു സ്രോതസ്സ് അപ്പോസ്തലിക് പാരമ്പര്യമാണ്. അപ്പോസ്തലന്മാർ എങ്ങനെയാണ് കർത്താവിനെ ലോകത്തിന് കൈമാറിയത്. രണ്ടാമത്തത് മരിയൻ പാരമ്പര്യമാണ്. പരിശുദ്ധ അമ്മയിലൂടെ ദൈവപിതാവ് എങ്ങനെയാണ് ക്രിസ്തുവിനെ ലോകത്തിന് കൈമാറിയത്. അതിന് അവർ കൈവരിച്ച പ്രാഥമികമായ നടപടിക്രമങ്ങൾ, അതാണ് കൃപാസനം ആധ്യാത്മിക ശുശ്രൂഷയുടെ. അതുകൊണ്ടാണ് ഇതൊരു പ്യുവർ കരിസ്മാറ്റിക് ധ്യാനമല്ലാത്തതിൻ്റെ കാരണം. ഇത് അപ്പോസ്റ്റലിക് മരിയൻ റിട്രീറ്ററാണ് പലപ്പോഴും സംഭവിക്കുന്നത്. അപ്പോസ്റ്റലൻ എന്താ ചെയ്തത്? അതായത് ഇപ്പോൾ പൗലോസ് അപ്പോസ്റ്റലനെ പറഞ്ഞുകൊണ്ട് റോമ 15:18 വിജാതീയരുടെ അനുസരണം നേടിയെടുക്കേണ്ടതിന് അതാണ്. അതായത് വിശ്വാസം ഇല്ലാത്തവരുടെ, ക്രിസ്തുവിൽ വിശ്വാസ പാരമ്പര്യമില്ലാത്തവരുടെ എന്താണ്
അനുസരണം. ബൈബിൾ ഉപയോഗിക്കുന്ന വാക്ക് വിശ്വാസത്തിന് പകരം ഉപയോഗിക്കുന്ന വാക്കാണ് ഒബീഡിയൻസ്. ദാറ്റ് മീൻസ് ഫെയ്ത്ത് ഈസ് ആൻ ഒബീഡിയൻസ്. എന്താണ്? വെളിപാടുകളോടുള്ള അനുസരണമാണ് വിശ്വാസം എന്ന് പറയണത്. വിശ്വാസം എന്ന് പറയുന്നത് എന്താണ്? വെളിപാടുകളോടുള്ള വ്യക്തിയുടെ അനുസരണമാണ് വിശ്വാസം. ഒന്ന് പറഞ്ഞേ. വെളിപാടുകളോടുള്ള വ്യക്തികളുടെ അനുസരണമാണ് വിശ്വാസം. അതാണ്. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും വിശ്വാസമില്ലാത്തവരെയും വിശ്വാസത്തിൻ്റെ ഒരു പാരമ്പര്യത്തെ വളർത്തപ്പെടാത്തവരെ സുവിശേഷം അറിയിക്കുന്ന രീതിയാണ് പൗലോസ് അപ്പോസ്തലൻ്റെ അപ്പോസ്തലിക് മെത്തേഡ്. ഇതാണ് കൃപാസനം കടമെടുത്തിരിക്കുന്നത് സുവിശേഷത്തിൽ നിന്ന്. എന്താ വായിച്ചുള്ളൂ? വിജാതിയരുടെ അനുസരണം നേടിയെടുക്കേണ്ടതിന്, വിജാതിയരുടെ അനുസരണം നേടിയെടുക്കേണ്ടതിന് വാക്കാലും പ്രവൃത്തിയാലും അടയാളങ്ങളുടെയും അത്ഭുതങ്ങളുടെയും ബലത്താലും അപ്പൊ എത്ര കാര്യമായി? വാക്കാലും പ്രവൃത്തിയാലും. പിന്നെ എന്താണ്? അടയാളങ്ങളുടെയും അത്ഭുതങ്ങളുടെയും ബലത്താലും. അപ്പോൾ വാക്കിന് ബലം നൽകുന്നത് എന്താണ്? അടയാളങ്ങളും അത്ഭുതങ്ങളുമാണ്, ഇല്ലേ? അടയാളങ്ങളും അത്ഭുതങ്ങളുമാണ്. ഇതാ പള്ളിപ്രസംഗങ്ങളും സുവിശേഷ വേലയും തമ്മിലുള്ള വ്യത്യാസമാണ്. പള്ളിപ്രസംഗങ്ങൾ പലപ്പോഴും സുവിശേഷ വേല അല്ലെന്ന് നമുക്ക് തോന്നിപ്പോകും. എന്താണ്? അവർ കുറേ ആൾക്കാരെ സൂചിപ്പിക്കാൻ പറ്റിയുള്ള കഥകളും കാര്യങ്ങളൊക്കെ പറഞ്ഞ് അത് വേറെ ലെവലിൽ പോകും. വിശ്വാസത്തിൽ അത് പിന്നെ പക്ഷേ ഉപദ്രവം ചെയ്യാത്തതിൻ്റെ കാരണം വിശ്വാസം സ്വീകരിച്ചവർക്ക് വേണ്ടിയുള്ള ട്രീറ്റ്മെൻറ്റ് ആയതുകൊണ്ടാണ്. പക്ഷേ കൃപാസനം ടാർഗറ്റ് ചെയ്യണം അതല്ല, സീറോ ഫെയ്ത്ത് ഉള്ള ആൾക്കാരെയാണ്. സീറോ ഫെയ്ത്ത് ഉള്ളവർക്ക് എന്താ വേണ്ടത്? വാക്കാലും പ്രവൃത്തിയാലും. പറഞ്ഞേ. പിന്നെന്താണ്? അടയാളങ്ങളാലും അത്ഭുതങ്ങളാലും. അടുത്തത് എന്താണ്? പരിശുദ്ധാത്മാവിന്റെ ശക്തിയാലും ഞാൻ വഴി ക്രിസ്തു പ്രവർത്തിച്ചതൊഴികെ ഒന്നിനെക്കുറിച്ചും സംസാരിക്കാൻ ഞാൻ തുനിയുകയില്ല. കൃപാസനത്തിൽ നടന്ന അത്ഭുതങ്ങളെ പറയത്തുള്ളൂ. കാര്യം അത് നമ്മുടെ കൺമുമ്പിൽ നമ്മൾ കണ്ടതാണ്. എപ്പോഴും സാക്ഷ്യപ്പെടുത്തുമ്പോൾ കണ്ണുകൊണ്ട് കണ്ടത്, ചെവി കൊണ്ട് കേട്ടത്, കൈകൊണ്ട് സ്പർശിച്ച് മനസ്സിലാക്കിയ ജീവന്റെ വചനം. യോഹന്നാൻ 1:1 എടുത്ത് ശ്രുതിക്കട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. 1 യോഹന്നാൻ 1:1 ആദ്യം മുതൽ ഉണ്ടായിരുന്നതും ഞങ്ങൾ കേട്ടതും സ്വന്തം കണ്ണുകൊണ്ട് കണ്ടതും സൂക്ഷിച്ചു വീക്ഷിച്ചതും കൈകൊണ്ട് സ്പർശിച്ചതുമായ ജീവന്റെ വചനത്തെ പറ്റി ഞങ്ങൾ അറിയിക്കുന്നു. അതായത് എങ്ങനെ അറിയിപ്പ് നൽകണത്? കണ്ണുകൊണ്ട് കണ്ടത്, ചെവി കൊണ്ട് കേട്ടത്, കൈകൊണ്ട് സ്പർശിച്ച് മനസ്സിലാക്കി. അതായത് നമുക്ക് ഇതാണ് അനുഭവ സാക്ഷ്യം എന്ന് പറയുന്നത്. അനുഭവമില്ലാതെ നമുക്ക് വിശ്വാസം കൈമാറാൻ പറ്റത്തില്ല. വിശ്വാസത്തെ കൈമാറ്റണത് എന്താണ്? അനുഭവങ്ങളാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് അവകാശപ്പെട്ടതാണ് എന്ത്? അനുഭവം. നിങ്ങൾ സുവിശേഷം കൈമാറാൻ വേണ്ടി ഒരു അനുഭവം തരാൻ ചോദിക്കുക. അല്ലെ എനിക്ക് IELTS പാസ്സാകണമെന്നല്ല ചോദിക്കേണ്ടത്. കർത്താവിനോട് ഇപ്പം നമ്മൾക്ക് കുഞ്ഞുങ്ങൾക്ക് ഭക്ഷണം കൊടുക്കുമ്പോൾ എന്ത് ചെയ്യും? നമ്മൾ ആ മീനിൻ്റെ മുള്ളൊക്കെ എടുത്ത് മാറ്റിയിട്ടല്ലേ കൊടുക്കണേ? മീനിൻ്റെ കഷ്ണം മാത്രം എടുത്ത് ചോറിൻ്റെ കൂടെ കുഴച്ച് ചാരം കൂടി കുഴച്ചാൽ മുള്ളൊക്കെ എടുത്ത് മാറ്റും. ഇതിനാണ് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കണത്. ഇതുപോലെ ഫോർമാറ്റ് കറക്റ്റ് ചെയ്യണം. നിങ്ങൾ ചോദിക്കേണ്ടത് എൻ്റെ വസ്തു വിറ്റ് തരണേ എന്നല്ല പറയേണ്ടത്, എൻ്റെ കല്യാണം നടത്തി തരണേ അല്ല പറയേണ്ടത്. കർത്താവേ, വിശ്വാസ കൈമാറ്റത്തിന് എനിക്കൊരു അനുഭവം തരണേ. ക്ലിയർ അല്ലേ? എന്ന് പറഞ്ഞേ, കർത്താവേ അങ്ങേ ലോകത്തിന് കൊടുക്കാൻ എനിക്ക് സ്വന്തമായ ഒരു അനുഭവം തരണമേ, ഒരു അതിശയം തരണമേ, എന്നെ അഭിഷേകം ചെയ്യണമേ. വ്യക്തിപരമായ ഒരു അനുഭവം ഈ ആരാധനയിലൂടെ നൽകണമേ. ഹല്ലേലൂയ. നന്ദി. വിശ്വസിക്കാത്ത
പ്രവൃത്തിയൊന്ന് ദൈവം ചെയ്യാൻ പോകുന്നു. കേട്ടാലാരും സമ്മതിക്കാത്ത പ്രവൃത്തിയൊന്ന് നാഥൻ ചെയ്യാൻ പോകുന്നു. പറഞ്ഞാലാരും വിശ്വസിക്കാത്ത പ്രവൃത്തിയൊന്ന് ദൈവം ചെയ്യാൻ പോകുന്നു. കേട്ടാലാരും സമ്മതിക്കാത്ത പ്രവൃത്തിയൊന്ന് നാഥൻ ചെയ്യാൻ പോകുന്നു. അതിശയമെന്ന് ജനം പറയും വിധത്തിൽ യേശു ഒരു പ്രവൃത്തി ചെയ്യും. അതിശയമെന്ന് ജനം പറയും വിധത്തിൽ യേശു ഒരു പ്രവൃത്തി ചെയ്യും. ദൈവത്തിൻ്റെ മഹത്വം നിഴൽ വിരിക്കും. ദൈവത്തിൻ്റെ കരത്തിൽ നീ വസിക്കും. ദൈവത്തിൻ്റെ മഹത്വം നിഴൽ വിരിക്കും. ദൈവത്തിൻ്റെ കരത്തിൽ നീ വസിക്കും. പറഞ്ഞാലാരും വിശ്വസിക്കാത്ത പ്രവൃത്തിയൊന്ന് ദൈവം ചെയ്യാൻ പോകുന്നു. കേട്ടാലാരും സമ്മതിക്കാത്ത പ്രവൃത്തിയൊന്ന് നാഥൻ ചെയ്യാൻ പോകുന്നു. കടിച്ചാൽ പൊട്ടാത്ത കുറേ വചനങ്ങൾ നിങ്ങൾക്ക് ഇങ്ങനെ വിശ്ലേഷിച്ച് തന്നിട്ട് നിങ്ങൾ ഉണ്ടുകൂട്ടി തിന്നിട്ട് എന്ത് കാണിക്കാനാ? വ്യക്തിപരമായിട്ട് ദൈവാനുഭവം ഇല്ലാതെ ഇതാണ് പ്രശ്നം. വ്യക്തിപരമായിട്ട് സഭയിലെ അതുകൊണ്ട് വചനം എന്താ പറയുക? അപ്പോസ്തല പാരമ്പര്യം എന്താ? വചനം എന്താണ്? ഹെൽപ്പ് ദോസ് ഹു ഹാവ് ഓൾ കൈൻഡ് ഓഫ് ട്രബിൾസ്. 2 Corinthians 1:4. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ. 2 Corinthians 1:4. ദൈവം ഞങ്ങൾക്ക് നൽകുന്ന സാന്ത്വനത്താൽ പറഞ്ഞ ദൈവം ഞങ്ങൾക്ക് നൽകുന്ന സാന്ത്വനത്താൽ ഓരോ തരത്തിലുള്ള വ്യതകൾ അനുഭവിക്കുന്നവരെ ആശ്വസിപ്പിക്കാൻ. അപ്പോസ്തലന്മാരുടെയും സഭയുടെയും ലക്ഷ്യം എന്താണ്? ദൈവം തങ്ങൾക്ക് നൽകുന്ന സാന്ത്വനത്താൽ സ്വന്തമായിട്ട് സാന്ത്വനം കിട്ടണം, സ്വന്തമായിട്ട് അനുഭവം ഉണ്ടാകണം. സ്വന്തമായിട്ട് തിയോളജിയും ഫിലോസഫിയും മാത്രം പഠിച്ചിരുന്ന വർക്ക് സുവിശേഷ വേല നടക്കത്തില്ല. കറക്റ്റല്ലേ? അതാണ് ദൈവം തങ്ങൾക്ക് നൽകുന്ന സാന്ത്വനത്താൽ. പറഞ്ഞ് ദൈവം തങ്ങൾക്ക് നൽകുന്ന സാന്ത്വനത്താൽ ഓരോ തരത്തിലുള്ള വ്യതകൾ അനുഭവിക്കുന്നവരെ ഹെൽപ്പ് ദോസ് ഹു ഹാവ് ഓൾ കൈൻഡ് ഓഫ് ട്രബിൾസ്. അതായത് നമുക്ക് വ്യതകൾ ചെറിയ വ്യതകളാണ്. എന്തെല്ലാം തരം വ്യതകളാണ് മനുഷ്യനെ ഉള്ളത്. അതായത് രോഗവും വ്യാധികളല്ല, വ്യാധി മാറാത്ത രോഗമാണ് വ്യാധി എന്ന് പറയണത്. അതിനേക്കാൾ വ്യഥകളെന്ന് പറയുന്നത് എന്താണ്? ഇത് നമുക്കുണ്ടാക്കുന്ന മാനസിക പീഡകളാണ് വ്യഥകളെന്ന് പറയണത്. അപ്പോൾ എന്തും തരത്തിലുള്ള പീഡകളാണ് നമുക്കുണ്ടാകണത് അല്ലേ? അപ്പോൾ നമ്മൾക്ക് കല്യാണം ഒക്കണില്ല എന്ന് പറയുമ്പോൾ ഇപ്പോൾ 34 വയസ്സായി, കല്യാണം ഒക്കണില്ല. അപ്പോൾ അമ്മ എന്താണ് വിചാരിക്കുന്നത്? അവളുടെ കല്യാണം നടത്തിയിട്ട് വേണം അനിയത്തിയുടെ കല്യാണം നടത്താൻ. അതാണ് വ്യഥ, അതല്ല വ്യഥ. ഇപ്പോൾ നമ്മൾ ഒരു വീട്ടിൽ ഭാഗവടമ്പടി നടക്കണില്ല, അതിന് 10-16 അവകാശികളാണ്. നമുക്ക് ആ വീടൊന്ന് പുതുക്കി പണിയാൻ പറ്റണില്ല, അവകാശികൾ വേറെ കൊണ്ട് കേസ് കൊടുക്കും. പക്ഷെ അത് കാരണം വീട് പുതുക്കാത്ത കാരണം മക്കളുടെ കല്യാണം നടക്കണില്ല. അതാണ് വ്യഥ. ഇതെല്ലാം അഡ്രസ്സ് ചെയ്യണമെന്നാണ് പറയണത് ബൈബിള്. ഇതെല്ലാം അതാണ് ബൈബിൾ പറയണത്. എന്താണ് പറയണത്? ഓരോ തരത്തിലുള്ള വ്യഥകൾ അനുഭവിക്കുന്നവരെ ആശ്വസിപ്പിക്കാൻ ഞങ്ങൾ ശക്തരാകേണ്ടതിന് ദൈവം ഞങ്ങൾ ദൈവത്തിൽ നിന്ന് അനുഭവിക്കുന്ന അതേ ആശ്വാസം തന്നെ അവരും അനുഭവിക്കേണ്ടതിന് അവിടുന്ന് ഞങ്ങളെ എല്ലാ ക്ലേശങ്ങളിൽ നിന്ന് സമാശ്വസിപ്പിക്കുന്നു. ബേസിക്കായിട്ട് ദൈവത്തിൻ്റെ നടപടി എന്താണ്? ക്ലേശങ്ങളിൽ നമ്മളെ സമാശ്വസിപ്പിക്കുകയാണ്. അത് ക്ലേശങ്ങളുടെ മനുഷ്യൻ്റെ വ്യത്യസ്തങ്ങളായ ക്ലേശങ്ങളില്ലേ, ചെറുതും വലുതുമായിട്ടുള്ള ക്ലേശങ്ങൾ. ചെറിയ ആൾക്കാർക്ക് ചെറിയ ക്ലേശങ്ങളെന്ന് പറഞ്ഞ പോലെ കഥയുണ്ട്. എല്ലാ ക്ലേശങ്ങൾക്കും
ഒരു ചൊറിയായാലും ക്യാൻസർ ആയാലും വേദന ഒരുപോലെയാണ്. അനുഭവിക്കുന്നതിന് അതിൻ്റെ അത് മനസ്സിലാകത്തുള്ളൂ. ഇപ്പം ഇന്നത് ചെറുത് ഇന്നത് വലുതെന്നും പറയാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് ഓരോ വിഷയവും ഞങ്ങൾ സീരിയസ് ആയിട്ട് കേൾക്കുന്നത്. നമുക്കത് കേൾക്കുമ്പോൾ അത് സീരിയസ്. ഓ ഇതാണ് ആ കാര്യം, ഇവിടെ ക്യാൻസർ 4ാം സ്റ്റേജിൽ നിൽക്കണമെന്ന് അതൊന്നും പറഞ്ഞിട്ട് കഥയില്ല. അവർക്കത് വിഷയമാണ്. അവർക്കത് കഴിഞ്ഞിട്ട് മാത്രമേ അടുത്ത ഇനി മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് ആ ക്യാൻസർ 4ാം സ്റ്റേജ് കേൾക്കണ അതേ സീരിയസ്നെസ്സോട് തന്നെ അവരുടെ വീട്ടിലെ മകള് ഡൈവേഴ്സായ കാര്യം കേൾക്കും. എന്താ അവർക്കതാണ് പ്രശ്നം. അതാണ് ഓരോ തരത്തിൽ നിങ്ങൾക്ക് കാര്യം മനസ്സിലായില്ലേ? ദൈവം എന്ത് കൃത്യമായിട്ടാണ് ഇതിനാണ് ദൈവം ഉടമ്പടി സ്ഥാപിച്ചിരിക്കുന്നത്. പഴയ കാലങ്ങളിലും പുതിയ കാലങ്ങളിലുമുള്ള ദൈവത്തിൻ്റെ കൃപയുടെ സ്രോതസ്സ് ഉടമ്പടിയാണ്. ദൈവത്തിൻ്റെ കൃപയുടെ സ്രോതസ്സില്ലേ, ഇതിന് ചില സമയത്ത് എക്സ്ട്രാ ഗ്രേസ് വേണ്ടി വരും. നിങ്ങൾ പറയുന്ന വിഷയമില്ലേ വ്യതകൾ, ഈ വ്യതകളെ പരിഹരിക്കാൻ ചിലപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ കപ്പാസിറ്റി ഉണ്ടായില്ലെങ്കിൽ ദൈവം നിങ്ങൾക്ക് എക്സ്ട്രാ ഗ്രേസ് വേണ്ടി വരും. എക്സ്ട്രാ ഗ്രേസ്, അതിനാണ് നമ്മൾ കൃപയെന്ന് പറയുന്നത്. ഒരു മനുഷ്യന് അവൻ്റെ ജീവിത പ്രശ്നങ്ങളെയും നിത്യജീവിത പ്രശ്നങ്ങളെയും പരിഹരിക്കാൻ അവന് ആവശ്യമായ കപ്പാസിറ്റി ഇല്ലെങ്കിൽ അഡീഷണൽ കപ്പാസിറ്റി ദൈവം കൊടുക്കുന്ന കൃപയ്ക്ക് മലയാളത്തിൽ ദൈവിക കരുണയെന്നും കൃപയെന്നും വിളിക്കും. കൈ ഇടിച്ച് കർത്താവേ ദൈവത്തിൻ്റെ ഫൗണ്ടമെൻ്റൽ ആറ്റിറ്റ്യൂഡ് അല്ലെങ്കിൽ മനഃസ്ഥിതി എന്ന് വെച്ചാൽ വ്യത്യസ്തങ്ങളായ ക്ലേശങ്ങൾ ഇരിക്കുന്നവരുടെ ക്ലേശങ്ങളെ അഭിസംബോധന ചെയ്യണമെന്നാണ്. ഇതാണ് നമ്മൾ രക്ഷപ്പെട്ടു പോണത്. ഇതിന് അനുഗ്രഹം മാത്രം പോരാ, പിന്നെന്ത് വേണം? കൃപ വേണം. അഡീഷണൽ ദൈവത്തിൻ്റെ ശക്തി നമുക്ക് ആവശ്യമുള്ള മേഖലകളെയാണ് ബൈബിള് കരുണ കൃപയെന്നൊക്കെ പറയണത്. കൃപയെന്നൊക്കെ പറഞ്ഞാൽ ബേസിക്കായിട്ട് നോട്ട് ബൈ മെറിറ്റിൽ കിട്ടുന്നതിനാണ് പറയണത്. നോട്ട് ബൈ മെറിറ്റ് വെച്ചാൽ നമ്മുടെ കഴിവില്ല, നമുക്കതിന് കഴിവില്ല. ആ കഴിവില്ലാതെ തന്നെ ഇപ്പോൾ ഉദാഹരണത്തിന് നിയമാവർത്തൻ്റെ 7:7 എടുത്തേ, നിയമാവർത്തന് 7:7, 8:7 എടുത്തേ. കർത്താവ് നിങ്ങളെ സ്നേഹിച്ചതും പറഞ്ഞ് കർത്താവ് നിങ്ങളെ സ്നേഹിച്ചതും കർത്താവ് നിങ്ങളെ സ്നേഹിച്ചതും തിരഞ്ഞെടുത്തതും മറ്റു ജനതകളെക്കാൾ നിങ്ങൾ എണ്ണത്തിൽ കൂടുതലായിരുന്നതുകൊണ്ടല്ല നിങ്ങൾ മറ്റെല്ലാ ജനതകളെയും കാൾ ചെറുതായിരുന്നു. കൈയടിച്ച് കർത്താവ് ശ്രദ്ധിക്കട്ടെ. ആരാധന. സന്തോഷത്തോടെ കൈയടിച്ച് പാടുക. നാഥാ നീ മതിയെനിക്ക്, നാഥാ നീ മതിയെനിക്ക്, നിൻ കൃപ മതിയെനിക്ക്, നാഥാ നീ മതിയെനിക്ക്, നിൻ കൃപ മതിയെനിക്ക്. ഈ വരുയാത്രയതിൽ തിരുകൃപ മതിയെനിക്ക്.
പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഇപ്പോൾ എന്താ പറയുക, അതായത് വാട്ട് ഈസ് ദ കോസ് ഓഫ് യുവർ നിങ്ങളെ സെലക്ട് ചെയ്തത്, സെലക്ഷൻ എന്താണ് കാരണം? നിങ്ങളെ ഇപ്പോൾ പ്രാർത്ഥനയ്ക്ക് സെലക്ട് ചെയ്തല്ലേ? എത്രയോ അകലെ നിന്നൊക്കെയുള്ള ആൾക്കാരാണ് വന്നിരിക്കുന്നത്. എന്തുകൊണ്ടാണ് നിങ്ങളെ സെലക്ട് ചെയ്തത്? അത് നിങ്ങൾക്ക് സെലക്ട് ചെയ്യപ്പെടാനുള്ള കഴിവുള്ളത് കൊണ്ടല്ല, കഴിവില്ലാത്തത് കൊണ്ടാണ്. കൈയടിച്ച് കർത്താവല്ലേ. ഹല്ലേലൂയ ഹല്ലേലൂയ. നമ്മുടെ അയോഗ്യത അസസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ആത്മധൈര്യം നഷ്ടപ്പെടുകയല്ല വേണ്ടത്, ആത്മധൈര്യം കൂടുകയാണ് വേണ്ടത്. പറഞ്ഞ മനസ്സിലായില്ലേ? ദൈവത്തിൻ്റെ മുമ്പിൽ വരുമ്പോൾ നിങ്ങളുടെ അയോഗ്യത അസസ് ചെയ്യുമ്പോൾ, കൂട്ടി നോക്കുമ്പോൾ പല ആൾക്കാർക്ക് എന്താ സംഭവിക്കണത്? ആത്മധൈര്യം നഷ്ടപ്പെടും. പക്ഷേ കർത്താവിൻ്റെ തിരുസന്നിധിയിൽ അയോഗ്യതയാണ് ആത്മധൈര്യം. കൈയടിച്ച് കർത്താവിനെ ശ്രദ്ധിക്കുക. ഹല്ലേലൂയ ഹല്ലേലൂയ. നിൻ കൃപ മതി എനിക്ക്, നാഥാ നീ മതി എനിക്ക്, നിൻ കൃപ മതി എനിക്ക്, ഈ മനുയാത്രയതിൽ തിരുകൃപ മതി എനിക്ക്. നിയമാവർത്തനം 7:7 തന്നെ ഒരിക്കൽ കൂടി വായിക്കുക. അപ്പോഴേ അച്ഛൻ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലാകും. കർത്താവ് നിങ്ങളെ സ്നേഹിച്ചതും, ശ്രദ്ധിച്ചേ, കർത്താവ് നിങ്ങളെ സ്നേഹിച്ചതും തിരഞ്ഞെടുത്തതും മറ്റു ജനതകളെക്കാൾ നിങ്ങൾ എണ്ണത്തിൽ കൂടുതലായിരുന്നതുകൊണ്ടല്ല, നിങ്ങൾ മറ്റെല്ലാ ജനതകളെയും ചെറുതായിരുന്നു. ഇതാണ് നമ്മൾ അയോഗ്യതയാണ് ആത്മധൈര്യത്തിന് അടിസ്ഥാനം. ക്ലിയർ അല്ലേ? എന്ന് പറഞ്ഞ് അയോഗ്യതയാണ് എന്റെ ആത്മധൈര്യത്തിന്റെ അടിസ്ഥാനം. കർത്താവ് എനിക്ക് അനുഗ്രഹവും അഭിഷേകവും നൽകാൻ ആദി കാരണം. കൈയടിച്ച് കർത്താവേ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. മക്കൾ, ഇതൊരു പ്രസംഗമോ അല്ലെങ്കിൽ ഒരു ഭജന ശുശ്രൂഷ എന്നൊന്നും പറയരുത്. ഇതൊരു ആധ്യാത്മിക ആഹാരമാണ്. നമ്മളിങ്ങനെ ആശയപരമായ ഒരു ലോകത്തിലല്ല സംസാരിക്കുന്നത്. നമ്മളെന്താണ് അനുഭവ തലത്തിൽ കർത്താവ് നമ്മളോട് സംസാരിക്കുകയാണ്. അച്ഛനത് ഉപകരണം മാത്രമാക്കിക്കൊണ്ട് കർത്താവ് വചനം സെലക്ട് ചെയ്ത് സംസാരിക്കുകയാണ്. ഇപ്പോൾ നിങ്ങൾ ഒറ്റക്കാണ്, നിങ്ങൾക്ക് ശക്തിയില്ല. ഇപ്പോൾ ചില സമയത്തൊക്കെ അതിർത്തിയൊക്കെ അളക്കാൻ ചെല്ലുമ്പോൾ അവർ നമ്മളെ വടിതടി ആയുധമായിട്ട് തല്ലാനും കൊല്ലാനും നിൽക്കത്തില്ലേ? നിങ്ങൾക്ക് മാത്രമാണ് ഈ പ്രശ്നമുള്ളത്. ഞാനൊരു ഇടവക ഇരുന്നപ്പോൾ ഒരുത്തനായ ഇടവകയുടെ വസ്തു കൈകയറി 40 കൊല്ലമായി വെച്ചുകൊണ്ടിരിക്കുകയാണ്. 40 കൊല്ലമായിട്ട് അയാളാണെങ്കിൽ ഗുണ്ടകളും വെച്ചുകൊണ്ടിരിക്കുകയാണ്. പോലീസുകാരും അയാളുടെ കൂടെ ഉണ്ട്. കാര്യം ഞാനവിടെ ചെന്നപ്പോൾ പോലീസുകാർ വന്ന് എന്നെ ഭീഷണിപ്പെടുത്തിയായിരുന്നു. അപ്പോൾ ഞാനിത് ഈ വസ്തു എല്ലാം കൊണ്ടുപോയി തഹസിൽദാറിൻ്റെ അടുത്ത് കൊടുത്ത് വില്ലേജ് ഓഫീസിൽ കൊടുത്ത് 6 മാസം അവിടെ എൻ്റെ കൈക്കാരനെ അവിടെ കുത്തിയിരുന്നുകൊണ്ട് ആ 40 കൊല്ലത്തിനുള്ളിൽ ആ പ്രദേശത്ത് നടന്നിട്ടുള്ള മുഴുവൻ ക്രയവിക്രയക്കാർക്കെല്ലാം ഉടമസ്ഥർക്കെല്ലാം നോട്ടീസ് അയച്ചു കൊടുക്കുക. ഞങ്ങൾ അളക്കാൻ പോകണം.
അങ്ങനെ അളന്ന് 6 മാസം കൊണ്ടാണ് കൊടുത്തു തീർത്തത്. 110 അവകാശങ്ങളുണ്ടായിരുന്നു. അതെല്ലാം കഴിഞ്ഞ് അളക്കാൻ വേണ്ടി വന്നപ്പോൾ ഞാൻ കടമ്പറ്റിക്കാരും കൂടി ഞാൻ ജപമാലയും എടുത്ത് അവരവിടെ പണി ചെയ്യാനുള്ള നമ്മളെ വെയിൽ കയറ്റി കെട്ടിയിരിക്കുകയാണ്. കാര്യം നമ്മളുടെ ഒരു 10-20 സെൻറ്റ് പുള്ളി അകത്താക്കി വർഷങ്ങളായിട്ട് കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓരോ അപ്പന്മാരും മരിച്ചു പോയപ്പോൾ പള്ളിയിൽ കുന്തിരിക്കാൻ പോക്കാനും തിരികെത്തിക്കാനും കൊടുത്ത കാശാണ്. ഓരോരുത്തരെ അതിനകത്ത് എൻക്രോച്ച് നോക്കാൻ ആരുമില്ല, അതുകൊണ്ട് എൻക്രോച്ച് ചെയ്തിരിക്കുകയാണ്. ഇപ്പോൾ ഞാൻ അവിടെ ചെന്നപ്പോൾ അമ്മ എന്നോട് പറഞ്ഞു, അവിടെ വെച്ചാണ് ഞാൻ ഈ നൊവേനൊക്കെ തുടങ്ങിയത്. അപ്പോൾ അമ്മ എന്നോട് പറഞ്ഞ് മാതാവിൻ്റെ നൊവേന തുടങ്ങിയത്. അപ്പോൾ അമ്മ എന്നോട് പറഞ്ഞ് അത് നമ്മുടെ വസ്തുവാണ്, വാങ്ങിക്കണമെന്ന് പറഞ്ഞ്. കാര്യം അമ്മ സഭയുടെ സംഭവമല്ലേ. അപ്പോൾ ഞങ്ങൾ ഈ ഒരു വർക്ക് ചെയ്ത് ഞങ്ങളൊരു 10-12 പേര് ഞാൻ ജപമാലയും ചൊല്ലി അവർ പണി ആയുധങ്ങളൊക്കെ ആയിട്ട് വേലി കെട്ടപ്പോയി. അളന്ന് കിട്ടിയപ്പോഴുണ്ട് 20 സെൻറ്റ് അവരുടെ അകത്താണ്. അപ്പോൾ അത് 20 സെൻറ്റ് അവരുടെ അകത്തുണ്ടായിരുന്ന വെയിലെല്ലാം പൊളിച്ചപ്പോൾ അവർ പ്രശ്നം ഉണ്ടാക്കി. അപ്പോൾ ഞാൻ എന്നാ ചെയ്ത് ജപമാലയും ചൊല്ലിക്കൊണ്ട് തെങ്ങിൻ്റെ മുടി അവിടെ ഇരുന്ന് ലോഹയിട്ട് ജപമാലയും ചൊല്ലിക്കൊണ്ടിരുന്ന്. എന്താണ് ഈ വിഷയം ഭയങ്കര സംഘർഷാത്മകമായ വിഷയമാണ്. നമ്മൾ ജപമാലയും ചൊല്ലിക്കൊണ്ട് പോകണേ എന്തിനാ? അന്ന് അമ്മ ഉടമ്പടി തന്നിട്ടില്ല. അത് കഴിഞ്ഞ് 2 കൊല്ലം കഴിഞ്ഞാൽ അമ്മ പ്രത്യക്ഷപ്പെട്ടത്. 2002 ചരിത്രമാണ് ഈ പറയണത്. പിന്നെ 2 കൊല്ലം കഴിഞ്ഞപ്പോഴാണ് അമ്മ പ്രത്യക്ഷപ്പെട്ടത്. കാര്യം വെച്ചാൽ ജീവിതത്തിൻ്റെ എല്ലാ ക്ലേശകരമായ നമ്മൾ ചിലപ്പോൾ 2 തല്ല് വാങ്ങിക്കാനുള്ള സാഹചര്യങ്ങൾ വരെ ഉണ്ടാകുന്ന സാഹചര്യങ്ങളിലും ജപമാലയും പിടിച്ചുകൊണ്ട് പോകും. അപ്പം പിടിച്ചുകൊണ്ട് പോകുന്ന സമയത്ത് നമ്മൾ അന്നും മോസസിനോട് ഇതുപോലെ പറഞ്ഞായിരുന്നു, നീ പോകണമെന്ന് പറഞ്ഞാൽ മോസസ് പറഞ്ഞ് ഞങ്ങൾ എങ്ങനെ പോകും, ഞങ്ങൾക്ക് ഭയങ്കര പേടിയാണ്, ആരെയാണ് നീ എൻ്റെ കൂടെ അയക്കണമെന്ന് ചോദിച്ചായിരുന്നു. എപ്പോഴും ഉള്ള പ്രശ്നമാണിത്. ഇതെല്ലാ കാലത്തും ഉള്ള പ്രശ്നമാണ്. സീരിയസ് വിഷയങ്ങൾ കൈകാര്യം ചെയ്യാൻ മോസസിനോട് പറഞ്ഞപ്പോൾ മോസസ് പറഞ്ഞ് നീ ആരെയാണ് എൻ്റെ കൂടെ അയക്കണത്? ഭയങ്കര ഹൃദയഭേദകമായൊരു ചോദ്യമാണ്. 33:12 പുറപ്പാടിൻ്റെ പുസ്തകം. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ 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 യേശുവേ നന്ദി. ഹല്ലേലൂയ ഹല്ലേലൂയ. പുറപ്പാട് 33:12. അതെ. മോശ കർത്താവിനോട് പറഞ്ഞു, ഈ ജനത്തെ നയിക്കുക എന്ന് അങ്ങ് എന്നോട് ആജ്ഞാപിക്കുന്നു. എന്നാൽ ആരെയാണ് എന്റെ കൂടെ അയക്കുക എന്ന് അറിയിച്ചിട്ടില്ല. അപ്പൊ ഈ ആരെയാണ് കൂടെ അയക്കണമെന്ന് അറിയിച്ചിട്ടില്ല എന്ന് പറയുമ്പോ അത് ആരെയാണ് അയക്കണമെന്നുള്ളത് അണ്ടർസ്റ്റുഡാണ്. നമ്മളെ ചുറ്റും നമ്മളെ സഹായിക്കാനാ സപ്പോർട്ട് ചെയ്യാനാ നിങ്ങൾ എത്ര ഉടമ്പടി എടുത്തിട്ടും ആരെയും കാണുന്നില്ലെന്ന് പറയുമ്പോൾ ഇത് വിവേചിക്കാനുള്ള ആത്മചൈതന്യം ഉണ്ടാകണം. എന്താണ് പറഞ്ഞിരിക്കുന്നത്? 13:33 മോസസിന് ഉത്തരവുണ്ട്. ആരെയാണ് നീ ഈ ജനത്തെ നയിക്കുക മുന്നോട്ട് പോകുക എന്ന് പറയണ്ടേ? പക്ഷേ ആരാണ് നീ ആരെ കണ്ടിട്ടാണ് ഇത് എന്നോട് പറയണത്? ആരെയാണ് നീ എൻ്റെ കൂടെ അയക്കണമെന്ന് മോസസ് ചോദിക്കുന്നുണ്ട്. ഇതുപോലെ നിങ്ങൾക്കും അനുഭവം ഉണ്ടാകും. അതായത് ഇപ്പം ഞാൻ ഇൻ്റർവ്യൂവിന് പോകുന്നു, അല്ലെങ്കിൽ ഞാൻ ജോലിക്ക് പോകുന്നു, അല്ലെങ്കിൽ ഞാൻ ഒരു അഡ്മിഷന് പോകുന്നു, അല്ലെങ്കിൽ കേസിന് പോകുന്നു. ആരാണ് എൻ്റെ കൂടെ വരിക? ആരാണ് എനിക്ക് സപ്പോർട്ട് ചെയ്യുക? ആരെയും ഞാൻ കാണുന്നില്ല, ഇതുവരെ ആരും കണ്ടില്ലല്ലോ എന്ന് പറഞ്ഞാൽ അതുപോലുള്ള അനുഭവം നിനക്ക് മുമ്പേ നിന്നെപ്പോലെ ദൈവം ദൗത്യങ്ങൾ അയച്ചിട്ടുള്ള മോസസ് തൊട്ടുള്ള എല്ലാവർക്കും ഉണ്ടായെന്ന ബൈബിൾ പറയണത്. അതുകൊണ്ടാണ് മോസസ് ചോദിക്കണത്, ആരെയാണ് മുന്നോട്ട് പോകുക നീ പറയണ്ടേ? ആരെയാണ് എൻ്റെ കൂടെ അയക്കണത്? അതിനും ദൈവം മറുപടി പറയും. ആരെയും മാനുഷികമായ ആരെയും നീ സപ്പോർട്ട് കാണുന്നില്ലെങ്കിൽ, വീടിനോ ജോലിക്കോ വിവാഹത്തിനോ പണത്തിനോ അല്ലെങ്കിൽ ഒരു പ്രശ്നസങ്കീർണമായ ഒരു സ്ഥലത്തേക്ക്, നിൻ്റെ വസ്തു തന്നെ കൈകാര്യ ഒരു സ്ഥലത്തേക്ക് നീ പോവുകയാണെങ്കിൽ നിന്നെ സഹായത്തിന് നീ ആരെയും കണ്ടില്ലെങ്കിൽ നിനക്ക് ഉറപ്പാക്കാവുന്ന ഒരാളുണ്ട്. അതാരാണ്? 33:14 ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. 33:14 കർത്താവ് പറഞ്ഞു, ഞാൻ തന്നെ നിന്നോട് കൂടെ വരികയും ഞാൻ തന്നെ നിന്നോട് കൂടെ വരും. ആരാധന. ഹല്ലേലൂയ. മഹത്വം മഹത്വം. ആരാധന. ക്ലേശകാലത്ത് കൂടാ
വിരിപ്പാൻ എന്റെ പ്രിയൻ എന്നെ ഇരുത്തും. അല്പകാലം കഴിഞ്ഞ് ഉയർന്നതാം പാറമേൽ എന്നെ അവൻ കയറ്റി നിർത്തും. അല്പകാലം കഴിഞ്ഞ് ഉയർന്നതാം പാറമേൽ എന്നെ അവൻ കയറ്റി നിർത്തും. ക്ലേശകാലത്ത് കൂടാരമിരിപ്പാൻ എന്റെ പ്രിയൻ എന്നെ ഇരുത്തും. അല്പകാലം കഴിഞ്ഞ് ഉയർന്നതാം പാറമേൽ എന്നെ അവൻ കയറ്റി നിർത്തും. അല്പകാലം കഴിഞ്ഞ് ഉയർന്നതാം പാറമേൽ എന്നെ അവൻ കയറ്റി നിർത്തും. കൈകൾ ഉയർത്തി അടിച്ചുകൊണ്ട് പാടാം. ക്ലേശകാലത്ത് കൂടാരമിരിപ്പാൻ എന്റെ പ്രിയൻ എന്നെ നടത്തും. അല്പകാലം കഴിഞ്ഞ് ഉയർന്നതാം പാറമേൽ എന്നെ അവൻ കയറ്റി നിർത്തും. അല്പകാലം കഴിഞ്ഞ് ഉയർന്നതാം പാറമേൽ എന്നെ അവൻ കയറ്റി നിർത്തും. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അപ്പോൾ ആരെയും കാണുന്നില്ല എന്നുള്ളതും ബന്ധുക്കളെ, സ്വന്തപ്പെട്ട സഹോദര സുഹൃത്തുക്കളെ ആരെങ്കിലും നമ്മളെ സഹായിക്കാനില്ല എന്ന് നമ്മൾ തിരിച്ചറിയുന്ന സമയത്ത് നിനക്ക് സങ്കടവും നിരാശയല്ല വരേണ്ടത്. പിന്നെന്താ വരേണ്ടത്? കർത്താവ് ആണ് ഈ വിഷയം ഏറ്റെടുത്തതെങ്കിൽ അതിൻ്റെ അടയാളം മറ്റുള്ളവർ നമ്മളെ കൈവിട്ട് കളയുന്നു എന്നുള്ളതാണ്. അത് മനസ്സിലാക്കണം. ഒരു വിഷയം കർത്താവ് ഏറ്റെടുത്താൽ, ഈ ദിവസങ്ങളിലൊരു സാക്ഷ്യമുണ്ട്. സാക്ഷ്യം വെച്ചാൽ ഒരാൾ ഓയിൽ ആൻഡ് ഗ്യാസ് കമ്പനിയിൽ ജോലി വേണം. ഓയിൽ ആൻഡ് ഗ്യാസ് കമ്പനി. അവിടെ വരുന്ന സൗമ്യ കായംകുളം പറഞ്ഞൊരു സാക്ഷ്യമാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ. ഓയിൽ ആൻഡ് ഗ്യാസ് കമ്പനിയിലെ ജോലിക്ക് ഒരാൾ പോയിരിക്കുക ഇൻ്റർവ്യൂവിന്. പക്ഷേ വീട്ടിൽ ഭയങ്കര കഷ്ടപ്പാട്, ക്ലേശവും, ജോലിയും പോയി, വീടും കച്ചവടം നടക്കണില്ല, എന്തൊക്കെ തരത്തിൽ അവർ ഫ്ലാറ്റായി പോയി കഴിഞ്ഞപ്പോഴാണ് ഇവർ ഒരു പേപ്പറിൽ ഒരു പരസ്യം കണ്ട് ഓയിൽ ആൻഡ് കമ്പനി, ഗ്യാസ് കമ്പനി ഇൻ്റർവ്യൂവിന് പോയി കഴിഞ്ഞപ്പോൾ അയാൾ ചോദിച്ചു, ഇൻ്റർവ്യൂ ഇരിക്കുന്ന ആൾ ചോദിച്ചു, നിങ്ങൾക്ക് ഓയിൽ ആൻഡ് ഗ്യാസിൽ എന്താ എക്സ്പീരിയൻസ് എന്ന് ചോദിച്ചു. നിങ്ങൾ ഒരു ഇൻ്റർവ്യൂവിൻ്റെ കാര്യം കേൾക്കണം. നമ്മൾ വചനത്തിൽ ഓരോ കാര്യം പറയുമ്പോൾ നിങ്ങളവർക്ക് അതൊരു ആശയമല്ലേ എന്ന്. ആശയമല്ല, അനുഭവമായിട്ടാണ് ആശയമാകണത്. ദൈവത്തിൻ്റെ കാര്യം ആദ്യം അനുഭവമായിട്ടാണ് അത് ആശയമായിട്ട് വരണത്. മനുഷ്യൻ്റെ കാര്യം ആദ്യം തിയറി ഉണ്ടാകട്ടാണ് പ്രാക്ടിക്കൽ ഉണ്ടാകുന്നത്. നേരെ തിരിച്ചാണ്. അപ്പോൾ എന്താണ് ഇയാളോട് ചോദിച്ചത്, നിങ്ങൾക്ക് ഓയിൽ ആൻഡ് ഗ്യാസിൽ എന്താ എക്സ്പീരിയൻസ്? ഇയാൾക്ക് എക്സ്പീരിയൻസ് ഒന്നുമില്ല. ഇയാളുടെ എക്സ്പീരിയൻസ് എന്താ വെച്ചാൽ, ഈ മനുഷ്യൻ ആ സമയത്ത് എന്ത് ചെയ്യുന്നറിയാം, ഉടമ്പടി കാശിലും എടുത്തുകൊണ്ട് തിരുമ്മിക്കൊണ്ടിരിക്കും, വിശ്വാസപ്രമാണം ചൊല്ലിക്കൊണ്ട്. അതാണ് വിഷയം. പുള്ളിക്ക് എക്സ്പീരിയൻസ് ഇല്ലല്ലോ. അതിന് മറുപടി പറഞ്ഞില്ല പുള്ളി. മറുപടി പറയാതെ ഉടമ്പടി കാശിലും എടുത്ത് വിശ്വാസപ്രമാണം ചൊല്ലി തിരുമ്മിക്കൊണ്ടിരിക്കും. എന്താണ്? കർത്താവേ, നീ മാത്രമേ ഈ ചോദ്യത്തിന് മറുപടി പറയാവുള്ളൂ, എനിക്ക് എക്സ്പീരിയൻസ് ഇല്ലാത്ത ആളാണ്. അപ്പോൾ ഉടനെ ആ മനുഷ്യൻ ഇയാളുടെ ഇത് വാങ്ങിക്കും. എന്താ വാങ്ങിക്കണേ? ഫയൽ വാങ്ങിക്കും. ഫയൽ വാങ്ങിച്ചിങ്ങനെ മറച്ചു നോക്കിച്ചും പറയും, നിങ്ങൾക്ക് ഖത്തറിൽ ജോലി ചെയ്യാൻ തയ്യാറാണോ എന്ന് ചോദിക്കും. അപ്പോൾ ഇയാൾ പറയും തയ്യാറാണ്, എന്നാൽ പാസ്പോർട്ട് ഇങ്ങനെ നേക്കാൻ പറയും. ഈ മനുഷ്യൻ ഇന്ന് ഓയിൽ ആൻഡ് ഗ്യാസ് കമ്പനി ഖത്തറിൽ ജോലി ചെയ്യുകയാണ്. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. വസ്തുക്കളിലൂടെ അങ്ങയുടെ സന്തോഷത്തോടെ വസിക്കുന്നതിന് നന്ദി പറയുന്നു. ഹല്ലേലൂയ. ക്ലേശകാലത്ത് കൂടാരമിരിപ്പാൻ എന്റെ പ്രിയൻ എന്നെ ഇരുത്തും. അല്പകാലം കഴിഞ്ഞ് ഉയർന്നതാം പാറമേൽ എന്നെ അവൻ കയറ്റി നിർത്തും. അല്പകാലം കഴിഞ്ഞ്
പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും. ഇതുകൊണ്ടാണ് പൗലോസ് അപ്പോസ്തലൻ പറയണത്, അതായത് വചനപ്രഘോഷണത്തിൻ്റെ ഒരു പ്രാഥമിക രീതിയാണ്. എന്താണത്? റോമ 15 വായിച്ചോ, ഒന്നുകൂടി വായിച്ചോളൂ. വിജാതിയരുടെ അനുസരണം നേടിയെടുക്കേണ്ടതിന് വാക്കാലും പ്രവൃത്തിയാലും റോമ 15:18 വായിച്ചോളൂ. വിജാതിയരുടെ അനുസരണം നേടിയെടുക്കേണ്ടതിന് വാക്കാലും പ്രവൃത്തിയാലും അടയാളങ്ങളുടെയും അത്ഭുതങ്ങളുടെയും ബലത്താലും പരിശുദ്ധാത്മാവിന്റെ ശക്തിയാലും ഞാൻ വഴി ക്രിസ്തു പ്രവർത്തിച്ചവയൊഴികെ ഒന്നിനെക്കുറിച്ചും സംസാരിക്കാൻ ഞാൻ തുനിയുകയില്ല. അപ്പൊ ഞാൻ വഴിയെന്ന് പറഞ്ഞ ആര് വഴിയാ? ഞാൻ വഴി. പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞ് ഈ ആൾക്ക് ഈ ഖത്തറിൽ ജോലി കിട്ടാൻ കാരണം എന്താണെന്നറിയാമോ? അവർ പറയുന്നുണ്ട്, എന്നാ അവരുടെ പേര് സൗമ്യ കായംകുളം, അവരാണ് വൈഫ് പറയുന്നുണ്ട്, ഞങ്ങളിങ്ങനെ എങ്ങനെ ജീവിക്കുമെന്നറിയാതെ അന്തരാളം കൊണ്ട് വിഷമിച്ച് നടക്കുന്ന കാലത്ത് ഒരു മീൻകാരം ഞങ്ങൾക്കൊരു കൃപാസനം പത്രം തന്നെന്ന്. പ്രൈസ് ദി ലോർഡ്. അല്പകാലം കഴിഞ്ഞ് ഉയർന്നതാം പാറമേൽ എന്നെ അവൻ കയറ്റി നിർത്തും. അല്പകാലം കഴിഞ്ഞ് ഉയർന്നതാം പാറമേൽ എന്നെ അവൻ കയറ്റി നിർത്തും. ജേഷേ ആ പാട്ടൊന്ന് പറഞ്ഞു കൊടുത്തേ. നിങ്ങളത് ഏറ്റ് പറയുക ആ പാട്ട്. ക്ലേശകാലത്ത് കൂടാര വിരിപ്പാൽ എന്റെ പ്രിയൻ എന്നെ ഇരുത്തും. അല്പകാലം കഴിഞ്ഞ് ഉയർന്നതാം പാറമേൽ എന്നെ അവൻ കയറ്റി നിർത്തും. ഒന്നുകൂടി പഠിക്കുക. ക്ലേശകാലത്ത് കൂടാര വിരിപ്പാൽ എന്റെ പ്രിയൻ എന്നെ ഇരുത്തും. അല്പകാലം കഴിഞ്ഞ് ഉയർന്നതാം പാറമേൽ എന്നെ അവൻ കയറ്റി നിർത്തും. പാടാ, ഒരുമിച്ച് പാടാ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന. ഹല്ലേലൂയ. സന്തോഷത്തോടെ എഴുന്നേര്. കൈയടിച്ചുകൊണ്ട് സന്തോഷത്തോടെ. ക്ലേശകാലത്ത് കൂടാര അല്പകാലം കഴിഞ്ഞ് ഉയർന്നതാം പാറമേൽ എന്നെ അവൻ കയറ്റി നിർത്തും. അല്പകാലം കഴിഞ്ഞ് ഉയർന്നതാം പാറമേൽ എന്നെ അവൻ കയറ്റി നിർത്തും. ക്ലേശകാലത്ത് കൂടാര വിരിപ്പാൻ എന്റെ പ്രിയൻ എന്നെ ഇരുത്തും. അല്പകാലം കഴിഞ്ഞ് ഉയർന്നതാം പാറമേൽ എന്നെ അവൻ കയറ്റി നിർത്തും. കൈകൾ ഉയർത്തിയടിച്ചുകൊണ്ട് അല്പകാലം കഴിഞ്ഞ് ഉയർന്നതാം പാറമേൽ എന്നെ അവൻ കയറ്റി നിർത്തും. ക്ലേശകാലത്ത് കൂടാര വിരിപ്പാൻ എന്റെ പ്രിയൻ എന്നെ ഇരുത്തും. അല്പകാലം കഴിഞ്ഞ് ഉയർന്നതാം പാറമേൽ എന്നെ അവൻ കയറ്റി നിർത്തും. അല്പകാലം കഴിഞ്ഞ് ഉയർ
അല്പകാലം കഴിഞ്ഞ് ഉയർന്നതാ പാറമേ എന്നെ അവൻ കയറ്റി. ഹല്ലേലൂയ യേശുവേ, ഹല്ലേലൂയ, ഹല്ലേലൂയ ഈശോ. അല്പകാലം കഴിഞ്ഞ് ഉയർന്നതാം പാറമേ എന്നെ അവൻ കയറ്റി നിർത്തും. അല്പകാലം കഴിഞ്ഞ് ഉയർന്നതാം പാറമേ എന്നെ അവൻ കയറ്റി നിർത്തും. ക്ലേശകാലത്ത് കൂടാരമിരിപ്പാൻ എന്റെ പ്രിയൻ എന്നെ ഇരുത്തും. അല്പകാലം കഴിഞ്ഞ് ഉയർന്നതാം പാറമേ എന്നെ അവൻ കയറ്റി നിർത്തും. അല്പകാലം കഴിഞ്ഞ് ഉയർന്നതാം പാറമേ എന്നെ അവൻ കയറ്റി നിർത്തും. Praise the Lord. Praise the Lord. ഇരിക്കുക. അപ്പം ക്ലേശകാലത്ത് നമ്മളെ കർത്താവ് എൻ്റെ പ്രിയൻ എന്നെ കൂടാരത്തിലിരുത്തുമെന്ന. ഈ കൂടാരത്തിലാണ്, മഹാകൂടാരത്തിലാണ് കൃപാസനം ഉള്ളത്. പഴയ നിയമത്തിൽ കർത്തൃ സന്നിധാനം അവിടെയാ മോശ കയറി പോണതും മേഘങ്ങൾ വന്ന് കൂടാരത്തെ മൂടുന്നതും ജനങ്ങൾ കവർന്നു വീണ് അവരവരുടെ കൂടാരങ്ങളുടെ വാതിൽക്കൽ ആരാധിക്കുന്നതും മഹാകാഴ്ചയാണ്. അപ്പോൾ പഴയ കാലങ്ങളിൽ ദൈവമായിട്ട് ജനം ഉടമ്പടി ചെയ്താണ് ഈ ക്ലേശകാലങ്ങളെ അതിജീവിക്കുന്നത്. കാര്യം എന്താണ്? ക്ലേശകാലങ്ങളിൽ നമ്മുടെ കഴിവ് അനുസരിച്ച് അതിനേക്കാൾ വലിയ ജീവിത ആവശ്യങ്ങൾ നമുക്ക് വരും. നമ്മുടെ ജീവിത ആവശ്യങ്ങൾക്ക് പറ്റുന്ന ഒരു കഴിവ് നമുക്കുണ്ടാകത്തില്ല. അതുകൊണ്ടാണ് ദൈവം പറഞ്ഞത്, നിൻ്റെ വണ്ണവും എണ്ണവും കണ്ടല്ല ഞാൻ നിന്നെ തിരഞ്ഞെടുത്തത്, ഞാൻ നിന്നെ സ്നേഹിച്ചത്, നീ എണ്ണത്തിൽ കുറഞ്ഞത് തന്നെയാണ് നിന്നെ സ്നേഹിക്കാൻ കാരണമെന്ന്. കാര്യം ഞാനാണ് ദൈവം. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ സ്തുതി, ഹല്ലേലൂയ, ഹല്ലേലൂയ. വചനത്തെ പൂർത്തീകരിക്കുന്ന നന്ദി പറയുന്നു. ആരാധന, ആരാധന യേശുവേ, ആരാധന, ആരാധന യേശുവേ, ആരാധന. അതായത് ഞാൻ തന്നെ നിൻ്റെ കൂടെ വരും. ഈ വചനം ഒരിക്കലും മറക്കരുത് മക്കളെ. കാര്യം മോസസ് എന്താ ചോദിച്ചത്? 13:12 ആരെയാണ് എൻ്റെ കൂടെ? എനിക്കാരാണ് സഹായം തരാൻ പോണത്? എൻ്റെ മകളുടെ കല്യാണത്തിന് ആരാണ് എനിക്ക് സഹായം തരാൻ പോണത്? ഈ രോഗത്തിൽ നിന്ന് ആരാണ് എന്നെ സുഖപ്പെടുത്താൻ പോകുന്നത്? എപ്പോഴും നമുക്ക് ഓരോരോ കാര്യങ്ങൾക്ക് ചോദ്യമല്ലേ? അതല്ലേ കർത്താവിൻ്റെ വചനം നമ്മൾ വായിച്ചത്? 2 Corinthians 1:4 എല്ലാ തരത്തിലുള്ള ബന്ധങ്ങൾ അനുഭവിക്കുന്നവരെ. കഴിഞ്ഞ ദിവസങ്ങളിൽ ഡോക്ടർ ഡെൽറ്റ ജോസഫ് എന്നും പറഞ്ഞ് ഒരു ND ഡോക്ടർ സാക്ഷ്യം പറഞ്ഞു. നീ ഡോക്ടർമാരുടെ സാക്ഷ്യം കേൾക്കണം കേട്ടോ. ഡോക്ടർമാരും ജഡ്ജിമാരും ഒക്കെ IPS ആയിട്ടുള്ള റാങ്കുള്ളവരൊക്കെ എത്ര പേരാണ് ഉടമ്പടി ചെയ്തിരിക്കണമെന്നറിയോ? അതായത് നമ്മളുടെ ഇപ്പോഴത്തെ ഒരു വിഷയം ഉടമ്പടിയുടെ സാക്ഷ്യങ്ങളെക്കുറിച്ച് വിദ്യാഭ്യാസം ഉള്ളവരെ വളരെ കൃത്യതയോടുകൂടിയാണ് വീക്ഷിക്കുന്നത്. കാര്യം എന്താണ് ഉടമ്പടിയിലുള്ളത് അതിൻ്റെ ഇഫക്റ്റാണ് കാണുന്നുണ്ട് ആൾക്കാർ. പുക മാത്രമല്ല, തീയും കാണുന്നുണ്ട്. പുകയുടെ തീ ഉണ്ടെന്ന് അനുമാനിക്കേണ്ട കാര്യമല്ല. തീ ആൾക്കാരെ തൊടുന്നുണ്ട് ഇപ്പോഴേ. ഇപ്പോൾ ഡെൽറ്റ ജോസഫിൻ്റെ സാക്ഷ്യം എന്താ? അവർ ഇംഗ്ലണ്ടിൽ വർഷങ്ങളായിട്ട് അവർ ജനറൽ ഫിസിഷ്യനാണ്. പക്ഷെ അവരുടെ പ്രശ്നം, അവരുടെ 3ാമത്തെ പ്രസവത്തിൽ അത് ഭയങ്കര സിസേറിയനായിപ്പോയി. ഭയങ്കര സിസേറിയൻ എന്ന് പറഞ്ഞാൽ എന്താ കാര്യം വെച്ച് കഴിഞ്ഞാൽ 4 ലിറ്റർ ബ്ലഡ് നഷ്ടപ്പെട്ടു. 2ാമത്തെ പ്രസവത്തിൽ 4 ലിറ്റർ
4 ലിറ്റർ ബ്ലഡ് നഷ്ടപ്പെട്ട്. അപ്പോൾ BP താന്നിട്ട് 40-20 ആയി. അപ്പം മരിച്ചു പോകും. BP താന്നിട്ട് 40-20 ആവും. അപ്പോൾ അവർ, നമുക്കറിയാവില്ല, BP 40-20 വന്നാൽ പിന്നെ അടുത്തത് മരണമാണ്. അപ്പം അത്രയും ഒരു ഓപ്പറേഷനിലൂടെ മരണത്തെ ഇങ്ങനെ തൊട്ട ആളാണ് ഈ ഡോക്ടർ ജിൽട്ട ജോസഫ്. അപ്പം അതുകൊണ്ട് അവരും ഫിസിഷ്യനാണ്. അപ്പോൾ അവരുടെ മറ്റ് ഫിസിഷ്യൻസൊക്കെ പറഞ്ഞ് ഇനി പ്രഗ്നൻസി പറ്റത്തില്ല, നമുക്കിപ്പം തന്നെ സ്റ്റെറിലൈസ് ചെയ്യാമെന്ന് പറയും. ഇപ്പം തന്നെ അത് ഗർഭം നിർത്താം, പ്രസവം നിർത്താം, ഇനി പറ്റത്തില്ലെന്ന് പറയും. അപ്പോൾ അത് ദൈവ പദ്ധതി അല്ലെന്ന് അവർക്ക് തോന്നിയ കാരണം അവർ നല്ല വിശ്വാസിയാണ്. അതുകൊണ്ട് അങ്ങനെ നിർത്തണ ദൈവ പദ്ധതി അല്ലെന്ന് അവർക്കറിയാവുന്ന കാരണം അവർ പറഞ്ഞ് അതിനെക്കുറിച്ച് അവർ യേശു പറഞ്ഞില്ല. നിങ്ങൾക്കറിയാമോ, വിശ്വാസം ജീവിക്കുന്നവർ അങ്ങ് കൃത്യമായിട്ട് ജീവിക്കുന്നുണ്ട്. ചില ആൾക്കാർ കുറച്ച് കാര്യത്തിൽ വിശ്വസിക്കും, കുറച്ച് കാര്യത്തിൽ വിശ്വസിക്കത്തില്ല. അതാണ് പ്രശ്നം. ചില കാര്യം നിങ്ങൾക്ക് കുറച്ച് കംഫർട്ടായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ വിശ്വസിക്കും, നിങ്ങൾക്ക് ചില കാര്യങ്ങൾ കംഫർട്ടല്ല, അതുകൊണ്ട് വിശ്വസിക്കത്തില്ല. ഡോക്ടറല്ലേ പറഞ്ഞത്, എന്നാൽ പ്രസവം നിർത്തിയേക്കാമെന്ന് വിചാരിക്കും. ദൈവതിരുമനസ്സല്ലല്ലോ അത്. നിങ്ങൾ അല്ലെങ്കിൽ ബുദ്ധിയും ബോധം ഉണ്ടെങ്കിൽ ദൈവിക കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നതോടൊന്ന് ചോദിക്കണം. കാര്യം ഈ നിങ്ങൾക്ക് ഗർഭപാത്രം ഉണ്ടായാലും ഇല്ലെങ്കിലും നിങ്ങൾ പ്രസവം നിർത്തിയില്ലെങ്കിലും ദൈവഹിതമല്ല നിങ്ങൾ പ്രസവം നിർത്തണമെന്നുണ്ടെങ്കിൽ ഉണ്ടാകുന്ന പ്രശ്നം എന്താണെന്നറിയാമോ? നിത്യത എന്ന് പറയുന്നൊരു വിഷയത്തിൽ നിങ്ങൾ പണിമേടിക്കാൻ സാധ്യതയുണ്ട്. ഈ ലോകത്ത് മാത്രമേ ഉള്ളെങ്കിൽ പിന്നെ പട്ടിച്ചാകണ പോലെ ചത്തുപോകാം, ഒരു കുഴപ്പമില്ല. പന്നി ഒക്കെ എത്രയോ പ്രസവിക്കുന്ന ചത്തുപോകുന്നു, നമ്മളും ചത്തുപോകുന്നു. അത്ര ഉള്ളെങ്കിൽ കുഴപ്പമില്ല. നിത്യതയാണ് ഇവിടുത്തെ പ്രശ്നം. എന്തുകൊണ്ടാണ് ഇതുപോലെ സുവിശേഷ വിഹിതമായി വിശ്വസിച്ച് ജീവിക്കുന്നവർ എന്തുകൊണ്ടാണ് കോംപ്രമൈസ് ഇല്ലാതെ പോകുന്നതിൻ്റെ കാരണം എന്താണ്? അങ്ങനെ വിശ്വസിക്കുന്നവർ, അങ്ങനെ ജീവിക്കാൻ ജനിച്ചു പോയത് കൊണ്ട് ക്രിസ്ത്യാനിയായിട്ട് പോയ ആൾക്കാരുണ്ട്, അവരെക്കുറിച്ച് പറഞ്ഞിട്ട് കാര്യമില്ല. ജനിച്ചു പോയത് കൊണ്ട് വിശ്വാസിയാകുകയും പിന്നീട് വിശ്വാസ സത്യങ്ങൾ പഠിച്ച് മനസ്സിലാക്കുകയും ദൈവത്തിൻ്റെ സ്വന്തമാകുകയും ചെയ്ത ആൾക്കാർ ഒരു കാരണവശാലും കോംപ്രമൈസ് ചെയ്യത്തില്ല. ഡോക്ടർ പറഞ്ഞു അയാൾ ഡോക്ടറാണ്, പക്ഷേ ജനറൽ ഫിസിഷ്യനാണ്, പക്ഷേ അവർ പറഞ്ഞ് പ്രസവം നിർത്താൻ പറ്റത്തില്ല, ഇറ്റ്സ് നോട്ട് വിൽ ഓഫ് ഗോഡ് എന്ന് പറയും. അപ്പോൾ ഡോക്ടർ പറഞ്ഞു, നിങ്ങളൊരു ഡോക്ടറല്ലേ, നിങ്ങൾക്ക് ശാസ്ത്രബോധമൊന്നുമില്ലേ, ഇനി പ്രസവിച്ചാൽ ഇതുപോലെ ഒരു കേസ് വന്നാൽ നിങ്ങൾ എന്ത് ചെയ്യുമെന്ന് ചോദിച്ചു. നിങ്ങൾ മരിച്ചു പോകുമെന്ന് പറയും. പക്ഷെ അവരെന്താ ചെയ്തിരിക്കണം? അവരിപ്പോൾ ഉടമ്പടിയെക്കുറിച്ചുള്ള ക്ലാസ്സുകൾ കേട്ട്, അപ്പോൾ ഒരു നാട്ടിൽ വന്നപ്പോൾ ഒരു ഉടമ്പടി എടുത്ത് എന്താണ്, മൂന്നാമത് പ്രസവിക്കാൻ കണക്കാക്കിയാണ് ഉടമ്പടി എടുത്തിരിക്കണേ. ഇത്രയും മരണത്തെ നേരെ കണ്ട ആൾ മൂന്നാമതൊരു കുഞ്ഞിന് വേണ്ടി ഉടമ്പടി എടുത്തിരിക്കുകയാണ്. ഉടമ്പടി എടുത്തപ്പോൾ എന്താ ചെയ്തിരിക്കണത്? ഉടമ്പടിയിൽ അവരെ ഒരു കുഞ്ഞിനെ എക്സ്പെക്റ്റ് ചെയ്യണതിന് മുമ്പ് തന്നെ, അതിന് ട്രൈ ചെയ്യണ മുമ്പ് തന്നെ അവർ ഉടമ്പടി തൈലമെടുത്ത് വയറ്റെ പുരട്ടും. ഡോക്ടറാണെന്ന് ചിന്തിക്കണം നിങ്ങൾ. വിശ്വാസത്തോടെയാണ് ഈ കാര്യങ്ങൾ ചെയ്യണത്. എന്നിട്ട് അവർ ക്യാരി ആകുമ്പോൾ എന്താ അവർ ചിന്തിക്കണത്? ഈ കുഞ്ഞ് മാതാവിൻ്റെ കുഞ്ഞാണ്. അതാണ് വിഷയം. ഈ കുഞ്ഞ് മാതാവിൻ്റെ കുഞ്ഞാണ്. ഇതിനെ രക്തം പൊടിയാ പ്രസവിപ്പിക്കേണ്ട ഉത്തരവാദിത്തം. ഞാൻ വിശ്വാസം പ്രഖ്യാപിച്ചില്ലേ, പിന്നെ എനിക്കെന്താ പ്രശ്നം? എൻ്റെ പ്രശ്നം തീർന്ന്. ഞാൻ അമ്മയിൽ വിശ്വസിച്ചു, അമ്മ എൻ്റെ ബെഡ്റൂമിലുണ്ടാകുമെന്നും അമ്മ എൻ്റെ ഓപ്പറേഷൻ തിയേറ്ററിലുണ്ടാകുമെന്നും ഞാൻ വിശ്വസിച്ചു. അതിൻ്റെ പേരിൽ ഞാൻ എൻ്റെ ഉടമ്പടി തൈലമെടുത്ത് എൻ്റെ ഗർഭപാത്രത്തിൽ പുരട്ടി. മൈ റോൾ ഈസ് ഓവർ. പിന്നെ ആരുടെ അതിന് റോളുള്ളത്? ദൈവത്തിൻ്റെതാണ്. അമ്മ ഉണ്ടാകും. അതുകൊണ്ട് പ്രസവിക്കാൻ പോയപ്പോൾ അവർക്ക് കുഴപ്പമില്ല, അവർ കൂളായിട്ട് പ്രസവിക്കാൻ പോയി, ഓപ്പറേഷൻ നടന്ന്. പക്ഷേ എത്ര വെറും 700 ml ബ്ലഡേ പോയുള്ളൂ. അവർക്കൊരു കുഴപ്പമില്ല. മൂന്നാമത്തെ കുഞ്ഞിനെ കിട്ടി. അതാണ് വിശ്വാസം. ശ്രദ്ധിക്കട്ടെ. ചെറുതില്ലേ നിൻ കൃപ ഈ മരുയാത്രയെ
പുറപ്പാട് 33:19. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ സ്തുതി. ഹല്ലേലൂയ. പുറപ്പാട് 33:19. അവിടുന്ന് അരുൾ ചെയ്തു, എന്റെ മഹത്വം നിന്റെ മുൻപിലൂടെ കടന്നു പോകും. കർത്താവ് എന്ന എന്റെ നാമം നിന്റെ മുൻപിൽ ഞാൻ പ്രഖ്യാപിക്കുകയും ചെയ്യും. എനിക്കിഷ്ടമുള്ളവനിൽ ഞാൻ പ്രസാദിക്കും. എനിക്കിഷ്ടമുള്ളവനോട് ഞാൻ കരുണ കാണിക്കും. എനിക്കിഷ്ടമുള്ളവർ ഞാൻ പ്രസാദിക്കും. എനിക്കിഷ്ടമുള്ളവരോട് ഞാൻ കരുണ കാണിക്കും. എന്നാൽ പിന്നെ നമ്മളെന്താണ് മാട്ടക്കിടന്ന് നെഞ്ചു കളയണത്? അപ്പോഴേ പുറപ്പാട് 33:19 എന്താ പറഞ്ഞത്? എനിക്കിഷ്ടമുള്ളവരോട് ഞാൻ കരുണ കാണിക്കും, ഇഷ്ടമുള്ളവരോട് ഞാൻ പ്രസാദിക്കും. അപ്പം കൃപയുടെ അവസ്ഥ ദൈവത്തിന് ഇഷ്ടമുള്ളവരോടാണെങ്കിൽ പിന്നെ നമുക്ക് എങ്ങനെയാണ്? നമുക്ക് അവിടെ എന്താ റോഡ്? ദൈവമല്ല തീരുമാനിക്കണത്. ദൈവത്തെ നിങ്ങൾ മനസ്സിലായോ? നിങ്ങൾക്ക് മനസ്സിലായോ? പുറപ്പാട് 33:19 എന്താ പറയണത്? എനിക്കിഷ്ടമുള്ളവരോട് ഞാൻ കരുണ കാണിക്കും, ഇഷ്ടമുള്ളവരോട് ഞാൻ പ്രസാദിക്കും. അപ്പോൾ ദൈവത്തിന് ഇഷ്ടമുള്ളവരാണ്, ദൈവം ചെയ്യുന്ന കാര്യമാണ് അതെങ്കിൽ പിന്നെ അവിടെ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റുമോ എന്നുള്ള സ്വാഭാവിക ഒരു ചോദ്യമല്ലേ? പക്ഷേ അവിടെ ഒരു വിഷയമുണ്ട്. ദൈവത്തിന് ഇഷ്ടപ്പെടുത്തി എടുക്കണം നമ്മളാണ്. അവിടെയാണ് അതിൻ്റെ മെക്കാനിസം ഇരിക്കുന്നത്. ദാറ്റ്സ് ഓക്കെ. ദൈവം പറയണം. പുറപ്പാട് 33:19 പറഞ്ഞ എന്താണ്? എനിക്ക് പറഞ്ഞ് എനിക്കിഷ്ടമുള്ളവരോട് ഞാൻ കരുണ കാണിക്കുന്നു, ഇഷ്ടമുള്ളവരോട് ഞാൻ പ്രസാദിക്കും. ഓക്കെ. അപ്പോൾ ദൈവത്തിൻ്റെ നമുക്കൊരു സ്റ്റാൻഡിങ് ആയിട്ടുള്ള ഒരു ഇൻസ്ട്രക്ഷൻ കിട്ടി. എന്താണ്? കൃപ ഒഴുകണ വഴിയെന്ന് പറയണത് ദൈവത്തിന് ഇഷ്ടമുള്ളവരോടാണ്. ക്ലിയർ അല്ലേ? അപ്പോൾ പിന്നെ അവിടെ നമുക്ക് റോളൊന്നും ഇല്ലല്ലോ എന്ന് നമുക്ക് ചിന്തിക്കും. നമ്മൾക്കാണ് റോള്. എന്താണ്? നമ്മൾ ദൈവത്തെ ഇഷ്ടപ്പെടുത്തി എടുക്കണം. അവിടെയാണ് പ്രശ്നം ഇരിക്കുന്നത്. ദൈവത്തിന് നമ്മളെ ഒന്ന് പറഞ്ഞേ, ദൈവത്തിന് നമ്മളെ ഇഷ്ടപ്പെടുത്തി എടുക്കണം. ഇതിനാണ് ഈ ഉടമ്പടി ചെയ്തുകൊണ്ട് പുറകെ നടക്കുന്നത്. പുറകെ ഉടമ്പടി ചെയ്ത് ജീവിക്കല്ലേ ആൾക്കാർ. എന്തിനാണ്? ദൈവത്തെ ഇഷ്ടപ്പെടുത്തി എടുക്കാൻ. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. നിലപാടുകളിലൂടെ നിന്റെ ഇഷ്ടം സ്വന്തമാക്കുവാൻ ആരാധനയിലൂടെ ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ. അമ്മ ഉടനടി പരിഹാരമേകും ഉടമ്പടി പ്രാർത്ഥനയിൽ. അമ്മ ഉടനടി പരിഹാരമേകും അവൻ പറയുന്നത് ചെയ്യും.